ഐഡൻറ്റിഫൈഡ്, താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ എന്താണ് എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ ജനിമൃതി ചക്രത്തെ ഇങ്ങനെ കൊടുക്കുന്നത് ഈ ഞാൻ എന്ന ഭാവത്തിൽ, ശ്രീജിത്ത് എന്ന ഭാവത്തിൽ. ഞാൻ ഇനി ശ്രീജിത്ത് എന്ന് എന്തിന്, അനേക ജന്മങ്ങളിൽ പല പല പേരുകളിൽ പല പല ഭാവങ്ങളിൽ താതാത്മ്യം പ്രാപിച്ച് ഈ ജീവൻ ഞാൻ എന്ന ഭാവത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിബോധത്തിൽ നിന്ന് നമ്മൾ ഫ്രീ ആകണം. നമ്മുടെ ജീവനെ ഫ്രീ ആക്കുമ്പോൾ നമ്മളാണ് നമ്മുടെ ശത്രു. ഇപ്പം നമുക്കിപ്പോൾ ശ്രീജിത്തിനല്ല മുക്തി, ശ്രീജിത്തിൽ നിന്നാണ് മുക്തി. ശ്രീജിത്തിൽ നിന്ന് ഈ ജീവന് മുക്തി കിട്ടണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. ശ്രീജിത്തിനെയൊക്കെ അധിക്ഷേപിക്കുമ്പോൾ അതുകൊണ്ടല്ലേ സന്യാസത്തിൽ നമ്മൾ പുതിയ പേര് സ്വീകരിക്കുന്നത്. സന്യാസം, നമ്മളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു പേരായിട്ട്, പുതിയൊരു ബോധതലമായിട്ട് നമ്മൾ മാറുന്നത് എന്തിനാണ്? നമ്മുടെ ഈ പഴയതെന്ന് മോചനം നേടാനാണ്. അപ്പോൾ ഈ ശ്രീജിത്തിനെ അധിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ്. അപ്പോൾ ഈ പരിഹാസങ്ങളും ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഓഡിയൻസിന് വേണ്ടിയാണ്. പിന്നെ ഇതേപോലെ എവരിപ്പോൾ പരിഹസിച്ചാലോ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൂടുതൽ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ആധ്യാത്മികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് എന്താണോ വേദനിക്കുന്നത് അതിനെ നമ്മൾ നേരിടണമെന്നാണ്. എന്താണോ ഭയം അതിനെ നമ്മൾ നേരിടണം. അപ്പോൾ എന്ത് കാര്യം ഇവർ പറയുന്നോ അതിനെയൊക്കെ നമ്മൾ നേരിടാൻ സദാ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു തന്നെ നമ്മളെ പഠിപ്പിച്ചുള്ള സ്തുതിയിലും നിന്ദയിലും ഒരുപോലെ, മാനവും അപമാനവും ഒരുപോലെ സ്വീകരിക്കുന്ന ആ സമചിത്തത വരണമെങ്കിൽ നമുക്കിതെല്ലാം വേണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമുക്കിപ്പോൾ നമ്മളെ ഒരുപാട് പുകഴ്ത്തുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ പലരൊക്കെ. അപ്പോൾ നല്ല മനസ്സുള്ളവർ, ഇപ്പോൾ ജീവൻ്റെ തലത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തലത്തിലും ജീവൻ്റെ തലത്തിലും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹം പല രീതിയിൽ ഓരോ മനസ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നല്ലതും ചീത്തയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഈ നല്ല മനുഷ്യരൊന്നും നമ്മൾ ഒരുപാട് സ്തുതിക്കുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറേ നിന്ദിക്കുന്നതും വേണം. ഇതേപോലെ നിന്ദിക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഇത് ബാലൻസ് ആണ്. അവരുടെ മനസ്സിൻ്റെ ആ ഒരു കുഴപ്പം കൊണ്ടാണ് അവരിങ്ങനെ നിന്ദിക്കുന്നത്. അപ്പോൾ ഈ നിന്ദിക്കുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ കർമ്മഫലവും കൂടെ അവർക്ക് കിട്ടും. സ്തുതിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു പോസിറ്റീവ് പ്ലഷറബിൾ ആയിട്ടുള്ള ആനന്ദമായിട്ടുള്ള ഒരു മനസ്സ് കർമ്മം അവർക്ക് ഉണ്ടാവുകയും അവരും കൂടുതൽ സ്തുതിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ നമുക്ക് ആ ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ല. അവരിപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ഈ ചാനലിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മുടേതായ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരാണ്, പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചാണ് നമ്മളൊത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ച്. പിന്നെ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒന്നും ഈ രീതിയിൽ ഒരു വികസിക്കാത്ത തലത്തിൽ ഇങ്ങനെ മലന്ന് നിന്ന് തുപ്പുന്ന ടൈപ്പായിട്ട് പെരുമാറുന്നതാണ്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ വഴക്കൂടിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അതിനൊന്നും ഒരു കാര്യം, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ സമയം കളയാവുന്നേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും താല്പര്യമില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ പലർക്കും ആണെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികൾ പറയും, ഇപ്പം നമുക്ക് മനസ്സിലാകാത്ത കാര്യം